നമ്മളെ വിനയന് അടുത്തതായി ദിവ്യ ഡോക്ടറെ ക്ഷണിച്ചോളൂ. ജീവാനന്ദം സമ്മാനം ആദർ ചടങ്ങ് നടത്തിയതിലും ഇങ്ങനൊരു ആദരിക്കൽ ചെയ്തതിലും വളരെ സന്തോഷം. ശരീരമായി ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ഞാൻ ആയുർവേദ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ട സമയത്ത് ഒരുമിച്ചുണ്ടായിരുന്നതാണ്. അന്ന് തൊട്ടൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ. അതിനുശേഷം ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങിയപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും വിളിച്ചാൽ ഓടി വരുന്നൊരു സഹോദരനാണ്. പിന്നെ ഇന്ന് ഞാൻ ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കുഞ്ഞുങ്ങളോട് എനിക്ക് കുഞ്ഞുങ്ങളും അമ്മമാരോടൊക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ നമുക്കൊരു 10-15 വയസ്സ് വരെ അവരുടെ ഒരു ആരോഗ്യമാണ് അവരുടെ ബാക്കിയുള്ള ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ പലപ്പോഴും കുഞ്ഞു മക്കളല്ലേ, മക്കൾ മധുരമുള്ള ചോക്ലേറ്റ്സ് വയ്ക്കുമ്പോഴും സ്വീറ്റ്സ് വയ്ക്കുമ്പോൾ നമ്മൾ കൂടുതൽ അവരോടുള്ള സ്നേഹത്തിൽ അവർക്ക് ഒരുപാട് വാങ്ങിക്കൊടുക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു 35-40 വയസ്സൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഷുഗറാണ് മിക്കവർക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ കുഞ്ഞു മക്കളുടെ നമ്മുടെ അമ്മമാരാണെങ്കിലും സ്നേഹം കൂടുതൽ, അമ്മാവന്മാർ സ്നേഹം കൂടുതലുണ്ട്. കുഞ്ഞുങ്ങൾക്ക് മധുരം കൊടുക്കുന്നത് ഒരു പരിധി വരെ കുറയ്ക്കണം. പിന്നെ മിക്ക കുട്ടികളും വെള്ളം കൂടി വളരെ കുറവാണ്. സ്ഥിരം യൂറിനറി ഇൻഫെക്ഷൻ അല്ലേ? വെള്ളം കൂടി കുറവാണോ? അതോ എല്ലാം കറക്റ്റായിട്ട് വെള്ളം കുടിക്കുമോ? എത്ര ഗ്ലാസ് വെള്ളം കുടിക്കും മക്കള്? 5 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് കൈവക്കിയേ. സൂപ്പർ. 6 ഗ്ലാസ് അടിപൊളി. 7 ഗ്ലാസ് നല്ല കുട്ടികളാണല്ലോ. എത്ര പേര് മലക്കറി കഴിക്കും, ക്യാരറ്റ് കഴിക്കുന്നവരൊന്നും കൈവക്കിയേ. അടിപൊളി, സൂപ്പർ കേട്ടോ. ക്യാരറ്റ് കഴിച്ചാൽ എന്ത് പറ്റും? കണ്ണിന് നല്ലതാണോ അല്ലയോ? അടിപൊളി, സൂപ്പർ കേട്ടോ. പിന്നെ ഏത് വെജിറ്റബിളാണ് കഴിക്കുന്ന? ടൊമാറ്റോ. ടൊമാറ്റോ കഴിക്കല്ലേ. പിന്നെ ബീട്രൂട്ട് കഴിക്കും. സൂപ്പർ. ഒരു ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുഞ്ഞിന് കൊടുക്കാതിരിക്കും. അപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിലും ആഴ്ചയിൽ ഒരു നേരം ആക്കുക, അത് കറി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മീൻ കറി വെച്ച് കൊടുക്കുക. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അമ്മമാർ ശ്രദ്ധിക്കണം. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ആക്ടിവിറ്റീസ് വേണം. വണ്ണം കുഞ്ഞുങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പരിധി വന്ന് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിന് ജീവാനന്ദൻ തമ്പാനൂരിനും പ്രത്യേകം താങ്ക്സ് ടു ഷെരീഫ് അങ്കിൾ. ആൻഡ് നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അത് എത്ര വർത്ത് ആണെന്ന് അപ്പം മനസ്സിലാവില്ല. പക്ഷേ ആ കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും പക്ഷെ ആ റിസൾട്ട് വരുമ്പം ഉണ്ടാകുന്ന സന്തോഷം ആ എഫേർട്സ് ഇടുന്നതിന് വളരെ ഇതായിരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ ആദരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇങ്ങനത്തെ അവസരങ്ങളിലാണ് എൻ്റെ പാരൻസിനായിരുന്നാലും എനിക്കും ഒന്ന് അഭിമാനമായിട്ട് നിൽക്കാൻ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. പ്രിയപ്പെട്ട കുഞ്ഞു കൂട്ടുകാരെ, അധ്യാപകരെ, സത്യം പറഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു അവസരം നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവാനന്ദ തമ്പാനൂർ എന്നുള്ള ട്രസ്റ്റ് നമ്മുടെ സ്കൂളുമായി സംയുക്തമായിട്ടൊരു ഓണാഘോഷം നടത്താൻ തീരുമാനിക്കുന്നതേ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചോളം വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ഈ പരിപാടി ഈ സ്റ്റേജിൽ എത്തിക്കാനുള്ള എല്ലാ പ്രയത്നവും ചെയ്ത ശ്രീ ഗിരീഷ് കുമാറിനെ 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിച്ചുള്ളൂ. കാര്യം അടക്കം പറഞ്ഞാണ് ഇയാൾക്ക് വട്ടാണ്. കാരണം 20 കുട്ടികളുള്ളൂ ഒന്നിവിടെ. ഞാൻ വരുമ്പോൾ അങ്ങനെ കുറേ പേരൊക്കെ ആയിട്ട് എന്തായാലും നല്ല സ്കൂളിനുള്ള അവാർഡ്, അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ എൻ്റെ അച്ഛൻ മുമ്പ് പഴയ ഒരു HM ശ്രീധരൻ സാറും എൻ്റെ അച്ഛനുമായിട്ട് ഒരുപാട് പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അന്നേരം വലിയ കാണുമല്ലോ. അത് ഇവിടെ ഇല്ല. ഉദ്ഘാടനം നടത്തിയ ശ്രീ മാധവദാസ്,
അതുപോലെ തന്നെ ജീവാനന്ദം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീ ഷെരീഫ്, നമ്മുടെ കൗൺസിലർ, നമ്മുടെ ഹെഡ് മിസ്ട്രസ്, അതുപോലെ PTA പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ. പിന്നെ ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരിക്കലും തമ്പാനൂര് ഒരിക്കലും പാസ്റ്ററെ പോലെ ജോലി ചെയ്യാൻ പറ്റില്ല. കാര്യം അങ്ങനെ ജോലി ചെയ്യേണ്ടി വന്നാൽ അങ്ങനെ ജോലി ചെയ്യുകയും വേണം. അതാണ് നമ്മുടെ ഒരു രീതി. കാര്യം ജനങ്ങളോട് വളരെ മാന്യമായി തന്നെ പെരുമാറണം. കാരണം പലതരത്തിൽ വിഷമതകളുമായിട്ടാണ് നമ്മുടെ മുമ്പ് ഓരോരുത്തരും വരുന്നത്. പല പല പ്രശ്നങ്ങളിലാണ് വരുന്നത്. അതിർത്തി തർക്കവും വാടകക്കാരെ ഒഴിപ്പിക്കുക. ഏറ്റവും കൂടുതൽ തമ്പാനൂരുള്ള വിഷയമാണ് ഒരു വാടകക്കാരനെ വിശ്വസിച്ച് കൊണ്ടുവന്ന് കയറ്റിയിട്ട് അവൻ ഒഴിഞ്ഞും പോകത്തില്ല, വാടകയും കൊടുക്കത്തില്ല. അവസാനം ഈ ഉടമസ്ഥൻ ഒരു എന്താ പറയുക തെരുവ് പിന്നെ തെണ്ടിയെ പോലെ ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ട അവസ്ഥ അത് പലപ്പോഴും സംഭവിക്കും. അപ്പം നമ്മളൊരു വളരെ ജെനുവിനായിട്ട് അവരുടെ കാര്യങ്ങൾ ഇടപെട്ടായിരിക്കും ചിലപ്പോൾ ഇയാളെ ഒഴിപ്പിക്കാനും മറ്റു കാര്യങ്ങൾ. അപ്പോൾ സത്യത്തിൽ ഒരു നയപരമായ തീരുമാനങ്ങൾ എടുക്കണമെന്നുള്ളിടത്ത് സത്യത്തിൽ ഷെരീഫ് പറഞ്ഞ പോലെ ഒരു പാസ്റ്ററെ പോലെ തന്നെ നിൽക്കേണ്ടി വരും. എന്നാൽ ഒത്തിരി ക്രിമിനൽസിൻ്റെ ഒരു കുത്തരങ്ങായി നമ്മൾ ഈ പറയുന്ന ഈ തമ്പാനൂർ പരിസരം ഇപ്പോൾ ഞാൻ 2018-19 ഇവിടെ SI ആയിരുന്നു. പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം കൂടി, സർക്കാർ സ്ഥാപനങ്ങളുടെ എണ്ണം കൂടി. വിഴിഞ്ഞം സീപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ MD വരെ ഇരിക്കുന്നത് നമ്മുടെ തമ്പാനൂരാണ്. അപ്പോൾ അതിൻ്റെ എണ്ണം കൂടി. അപ്പോൾ അതിനനുസരിച്ച് ചീറ്റിംഗ് കേസുകൾ കൂടി, അന്യസംസ്ഥാന തൊഴിലാളികൾ പ്രതികളാവുന്ന കേസുകൾ കൂടി. ഇവിടെ വന്നിട്ട് ബ്രൗൺ ഷുഗർ ഇപ്പോൾ പിടിച്ചത് ഇയാളടുത്ത് കഴിഞ്ഞ ആഴ്ച ബ്രൗൺ ഷുഗർ പിടിക്കുന്ന 2 ബംഗാളികളിൽ നിന്നാണ് ഇപ്പോഴത്തെ MDMA പിടിച്ചു. അതിൻ്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും 2 വാക്ക് ഈ ഒരു പരിപാടിയെ പറ്റി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം ഈ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനകത്ത് ഒരുപാട് തട്ടിപ്പുള്ളൊരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ ഗാന്ധാരിയമ്മൻ ഗോൾഡ് അടുത്ത് ഒരു ചാരിറ്റബിൾ സ്ഥാപനം ഉണ്ടായിരുന്നു 2018. അവർ ഈ ബക്കറ്റ് പിരിവൊക്കെ നടത്തി ജനങ്ങളെ നിന്ന് പറ്റിക്കുന്ന തരത്തിൽ ഒരു പരിപാടി മൂവ് ചെയ്തപ്പോൾ ഞാൻ ആ സ്ഥാപനം തന്നെ പൂട്ടിക്കേണ്ടി വന്നു. കാര്യം ചാരിറ്റി അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് ബോർഡ് വയ്ക്കും, പക്ഷേ ചാരിറ്റി അല്ല, അതിൻ്റെ പിന്നിൽ പണപ്പിരിവായിരുന്നു ലക്ഷ്യം. സ്പോൺസർമാരെ കണ്ടെത്തുന്നു എന്ന് പറഞ്ഞിട്ടും പണപ്പിരിവായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫേക്ക് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ള സ്ഥലത്ത് ഒരാൾക്കെങ്കിലും ചാരിറ്റി ചെയ്തുകൊണ്ട് ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ അതിനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ പറഞ്ഞു ജീവാനന്ദം നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കുട്ടിക്കെങ്കിലും അവർക്കൊരു പഠനോപകരണമാകട്ടെ, ഫുഡാവട്ടെ, ഫുഡ് കിറ്റ് ആവട്ടെ, എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പുസ്തകമായിക്കോട്ടെ, അത് നൽകുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കാരണം നാളത്തെ തലമുറയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അവർ പഠിച്ച് വലുതായിട്ട് വേണം നാളെ ഒരു സമൂഹത്തിനെ ഇവിടെ ഒരു വാർത്തെടുക്കാൻ. അപ്പോൾ അതിപ്പോൾ ഇപ്പോൾ അന്യസംസ്ഥാന ഒരു കുട്ടി ഉണ്ടെന്ന് പറയുന്നത് ഏത് കുട്ടി ആയിക്കോട്ടെ, പഠനത്തിന് വന്നിരിക്കുന്നവൻ അവനെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുന്നൊരു സാഹചര്യം, അതിനെ സഹായിക്കുന്ന ഒരു സമൂഹം വളരെ വളരെ വിലപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഞാൻ ഒരു സർക്കാർ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. എന്നിട്ട് ഞാൻ ഈ ഗവൺമെൻറ് ആർട്സ് കോളേജിൽ 5 വർഷം, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മെമ്മറബിൾ ആയിട്ടുള്ള 5 വർഷം. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പകുതി ഭാഗവും തമ്പാനൂർ ഈ പരിസരമാണ്. ആക്സിസ് കോളേജിലാണ് പഠിച്ചത്. അത് 5 വർഷം ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗൈനക്കോളജി പ്രോഡക്റ്റ്സ് ആയിരുന്നു. തക്കാട് ഗവൺമെൻറ് നമ്മുടെ ഈ WNC ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ തിരുവനന്തപുരവും തമ്പാനൂരും ഒക്കെ കേന്ദ്രീകരിച്ച് തന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ പകുതിയും കടന്നു പോയിട്ടുള്ളത്. ഇപ്പോൾ SI ആയിട്ടും CA ആയിട്ടും ഇവിടെ ജോലി ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എല്ലാവിധ ആശംസകളും ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് നേരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പരിപാടി മംഗളമാക്കി കഴിഞ്ഞതിന് എല്ലാവിധ ഭാവുകങ്ങളും ഇവർക്കെല്ലാം നേരുന്നു. ഈ കുട്ടികൾക്ക് എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊണ്ട് നിർത്തിയിരിക്കുന്നു. നന്ദി, നമസ്കാരം. 2024 ഓണാഘോഷത്തിന് ഓണാശംസകൾ നേരുന്നു. ഇപ്പോഴ് ഷെരീഫ് ജി പറഞ്ഞതുപോലെ വന്ന വഴി മറക്കാത്ത ഒരു ആളാണ് ഷെരീഫ് ജി. നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പോ ഇതാ ഇതാ ഇതാ. എല്ലാവർക്കും ഓണാശംസ.